സുഹൃത്തുക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. ഇന്ത്യയിൽ ഇപ്പോഴും 15 ലക്ഷം കുട്ടികൾ വാക്സിൻ എടുക്കാതെ ഇരിക്കുന്നു. നൈജീരിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വാക്സിൻ എടുക്കാത്ത രാജ്യമാണ് ഇന്ത്യ. ലാൻസെറ്റിന്റെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഡൽഹിയിൽ ഇനി 60 ലക്ഷത്തോളം വണ്ടികൾക്ക് ഇന്ധനം ലഭിക്കില്ല. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കാണ് ഇത്. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വണ്ടികൾക്കും 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വണ്ടികൾക്കും ഇനി ഇന്ധനം ലഭിക്കില്ല. എയർ പൊല്യൂഷൻ തടയാനുള്ള ഭാഗമായാണ് ഈ പ്രവർത്തനം നടന്നുവരുന്നത്. ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, 5 മരണം റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ജൂൺ മാസത്തിൽ ലഭിച്ച മഴയുടെ അളവിൽ കുറവ്. കേരളത്തിൽ കാലവർഷം ആരംഭിച്ച് ആദ്യ മാസത്തിൽ ലഭിച്ച മഴയുടെ അളവിൽ കുറവ്. ജൂണിൽ 4% കുറവാണ് മഴയിൽ ഉണ്ടായിരിക്കുന്നത്. സിനിമാ നടൻ മമ്മൂട്ടിയുടെ ജീവിതം ഇനി പാഠപുസ്തകത്തിലേക്ക്. മഹാരാജാസ് കോളേജിന്റെ സിലബസിൽ പഠന വിഷയമായി ഉൾപ്പെടുത്തി. ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്.